ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിവിൻ ചോദിക്കുന്നു, എടാ കടയില് പുതിയ ബോർഡ് വെക്കണ്ടേ? അപ്പോൾ വിനീത് പറയുകയാണ്, വേണ്ട, എന്റെ ജീവിതം പോലെ കടയും ഇങ്ങനെ ശൂന്യമായി കിടക്കട്ടെ. പുഞ്ചിരിച്ച നിവിൻ പറയുന്നു, അതെ, പുതിയ ഒരാൾ സെറ്റാകുമ്പോൾ ആളുടെ പേര് വെച്ച് പുതിയ ബോർഡ് ഉണ്ടാക്കാമെന്നേ. വിനീത് പറയുകയാണ്, വേണ്ടേ, എന്റെ ജീവിതത്തിൽ ഇനിയും പെണ്ണ് വേണ്ട. ചുമരി നല്ല വായിച്ചു കളയാൻ പറ്റൂ, മനസ്സിന്ന് പറ്റില്ലല്ലോ. അങ്ങനെ കരഞ്ഞുകൊണ്ട് ആലോചിച്ച് നിൽക്കുകയാണ് വിനീതും. തുടർന്ന് ഗംഗയുടെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുകയാണ് യമനയും കാവേരിയും. യമന പറയുകയാണ്, ഗംഗേച്ചിയുടെ മുഖം നോക്കിയേ, എന്ത് പ്രകാശമാ. ഗംഗേച്ചി ഇപ്പോഴും ചിരിച്ചോണ്ടായിരിക്കുന്നത്. കാവേരി പറയുന്നു, ഈ വീടിന് എത്ര കോണുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലാകുന്നത്. ഗംഗ ചേച്ചി ഓരോ കോണിലും പതുങ്ങി നിന്ന് ഫോണിൽ സംസാരിക്കുമ്പോഴല്ലേ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഗംഗ പറയുന്നു, ചുമ്മാ കള്ളം പറയല്ലേ. അപ്പോൾ കാവേരി പറയുകയാണ്, കള്ളമൊന്നുമല്ല. ഈ സമയം ഗംഗയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ഒരു മിനിറ്റിന് ഗംഗ പറയുമ്പോൾ യമുന ഫോൺ എടുത്ത് മാറ്റുകയാണ്. ഗംഗ പറയുന്നു, എടി ഫോൺ ദാ, പറഞ്ഞ കേക്ക്, കളിക്കല്ലേ. യമന പറയുകയാണ്, കാവേരി ചേച്ചി കള്ളം പറഞ്ഞതാണോന്ന് ഞാനൊന്ന് നോക്കി പറയാം. ഗംഗ പറയുന്നു, കണ്ടോ, എനിക്ക് വന്ന മെസ്സേജ് അല്ലേ, ആരുടെ മെസ്സേജ് ആണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. യമന പറയുന്നു, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ യമന മെസ്സേജ് വായിക്കുകയാണ്. ഞാൻ എയർപോർട്ടിലെത്തി, ഇനി വീട്ടിലേക്ക്. നാളെ നമ്മൾ ആദ്യമായി നേരിട്ട് കാണുകയാ. ആ ഓർമ്മ ഇന്ന് രാത്രി എന്നെ ഉറക്കില്ല. ഗംഗ ചമ്മലോടുകൂടി യമനെന്ന് വിളിക്കുമ്പോൾ കാവേരി പറയുന്നു, മതി മതി, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടി. ബാക്കിയൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വാങ്ങിച്ചു. അവിടേക്ക് വന്ന് നിള ചോദിക്കുന്നു, ആരുടെ മെസ്സേജാ ചേച്ചി? കാവേരി പറയുകയാണ്, ഗംഗ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ. നിള പറയുന്നു, ഓ, ഋഷിയേട്ടന്റെ. കാവേരി പറയുകയാണ്, അല്ല ഗംഗ ചേച്ചി, ഗംഗ ചേച്ചിയും പയ്യനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പൊ ഗംഗേച്ചി ഇന്ന് രാത്രി ഉറങ്ങാതിരിക്കുമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗന്ധർവന്മാരും അപ്സരസുകളും ഒക്കെ ചുറ്റിലും കിന്നരം വീട്ടുന്ന ഒരു പ്രണയ സുരഭിലമായ രാത്രിയാകുമല്ലോ. ഈ സമയം അവിടേക്ക് വന്ന ശാരദ പറയുന്നു, ഒരൊറ്റ ഒരെണ്ണം അടുക്കളയിൽ കയറരുത് കേട്ടോ. നിള പറയുന്നു, അമ്മ ഋഷിയേട്ടനെത്തിയെന്ന്. ശാരദ ചോദിക്കുന്നു, ഏത് ഋഷി? നിള പറയുകയാണ്, അമ്മ ഗംഗ ചേച്ചിന്റെ. ശാരദ പറയുന്നു, അയ്യോ, എവിടെത്തി? നിള പറയുകയാണ്, അമ്മ എയർപോർട്ടിൽ എത്തിയെന്ന്. ഇത് കേട്ട് ശാരദ പറയുകയാണ്, ഓ അത് ശരി, അത് അച്ഛൻ അവിടെ ഇരുന്ന് ഫോൺ ചെയ്ത ന്യൂസ് ഇവിടം വരെ എത്തിയോ? കാവേരി പറയുന്നു, അമ്മ ഇവിടെ ഒരാൾക്ക് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ശാരദ പറയുകയാണ്, ഓഹോ, നാളെ എന്തായാലും ഈ സമയമാകുമ്പോൾ നിശ്ചയമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകും. നിള വിഷമത്തോടു കൂടി ചോദിക്കുന്നു, ഗംഗ ചേച്ചി പോവില്ലേ? നിശ്ചയം കഴിഞ്ഞ് ചെറുക്കന്റെ കൂടെ പോകില്ലേ? കാവേരി പറയുന്നു, എടി പൊട്ടി, നിശ്ചയം കഴിഞ്ഞിട്ടല്ല ഗംഗ ചേച്ചി പോകുന്നത്, കല്യാണം കഴിഞ്ഞിട്ടാ പോകുന്നത്. നിശ്ചയം കഴിഞ്ഞ് ചെറുക്കനും കൂട്ടരും തിരിച്ചു പോകും. ഗംഗ ചേച്ചി ഇവിടെ തന്നെ കാണും. ഇതിനാണോ നീ വിഷമിച്ചത്? ആണോ എന്ന് നിള ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, ആണല്ല പെണ്ണ്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയപാലന്റെ കൃഷിസ്ഥലത്തേക്ക് വരികയാണ് അരവിന്ദൻ. അവിടെ ഒരു ജോലിക്കാരനോട് അരവിന്ദൻ ചോദിക്കുന്നു, വളമിടലാണോ? അവിടേക്ക് വന്ന ആ ജോലിക്കാരൻ പറയുന്നു, ജയപാലൻ സാർ പറഞ്ഞായിരുന്നു. ജയപാലൻ എവിടെയെന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ജയപാലൻ സാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സാറേ, ജയപാലൻ സാറേ, ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് ജയപാലൻ പറയുമ്പോൾ അരവിന്ദനും കൂട്ടിക്കൊണ്ട് ആ ജോലിക്കാരൻ ജയപാലന്റെ അരികിലേക്ക് പോവുകയാണ്. അരവിന്ദൻ ചോദിക്കുന്നു, നീ മേലനങ്ങി അധ്വാനിക്കുന്നുണ്ടല്ലേ? അരവിന്ദൻ പറയുകയാണ്, പിന്നല്ലാതെ, നിന്നെ പോലെ ഗൾഫിൽ പോയി സമ്പാദിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും, ഞാൻ അങ്ങോട്ടെന്ന് പറഞ്ഞ് ആ ജോലിക്കാരൻ അവിടെ വന്ന് പോവുകയാണ്. അരവിന്ദൻ പറയുന്നു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇനി ഞാൻ സൗദിക്ക് പോകുമ്പോൾ നീ അങ്ങ് കയറിപ്പോര്. ജയപാലൻ പറയുന്നു, അയ്യോ, നമ്മളില്ലേ ഈ മണ്ണും മരങ്ങളും പുഴയും ഒക്കെ വിട്ടിട്ടുള്ള ഒരു കളിക്കും ജയപാലനില്ലേ? അരവിന്ദൻ പറയുകയാണ്, അല്ല, രാവിലെ മുതൽ ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ലല്ലോ. ജയപാലൻ പറയുന്നു, ഇവിടുത്തെ റേഞ്ചിന്റെ കാര്യം നിനക്കറിയാലോ, അസല് മരഞ്ചാടിയാ. ഇവിടെ കിട്ടിയ പിന്നെ കിട്ടുന്നത് അവിടെ ആയിരിക്കും. നീ എന്തിനാ വിളിച്ചത്? നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയില്ലേ? കുറച്ചു നേരം കൂടി ഇതൊക്കെ നോക്കിയിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അരവിന്ദൻ പറയുന്നു, നിന്നെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. നാളെ അല്ലേ എന്റെ മോളുടെ നിശ്ചയം, അതിന് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണം. ആരുടെ അക്കൗണ്ടിൽ നിന്ന്? ജയപാലൻ ചോദിക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ്, നീ എനിക്കൊരു അക്കൗണ്ട് സൂക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് പൈസ എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജയപാലൻ പറയുന്നു, അരവിന്ദ, അതിൽ നിന്നുള്ള പണം കൊണ്ടല്ലേ ഗംഗയ്ക്ക് സ്വർണ്ണം എടുത്തത്, അതിൽ ബാക്കി ഉണ്ടാകില്ലേ എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ ജയപാലൻ പറയുകയാണ്, എടാ, ബാക്കിയുള്ള പണം കൊണ്ട് ഗംഗയുടെ നിശ്ചയത്തിനിട്ട പന്തലിന്റെ കാല് പോലും നാട്ടാനൊക്കില്ല. അരവിന്ദൻ ചോദിക്കുന്നു, ജയപാല, നീ എന്താ ഈ പറയുന്നത്? അതിലിനി ലക്ഷങ്ങൾ ബാക്കി ഉണ്ടാകില്ലേ? ജയപാലൻ പറയുന്നു, അത് ലക്ഷങ്ങളോ? എടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അവിടെ നിൽക്കുന്ന ജോലിക്കാരൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ജയപാലൻ പറയുന്നു, എടോ, താൻ അവിടെ നിന്ന് അയച്ച പണം കൊണ്ടേ ഞാൻ തന്റെ വീട്ടുകാർക്ക് ചിലവിന് കൊടുക്കണം. പിന്നെ കുറെ കൂട്ടി വെച്ചതുകൊണ്ട് ദേ ഈ തോട്ടം വാങ്ങി. അവശേഷിച്ച പണം നുള്ളിപ്പറക്കിയ ഗംഗയ്ക്ക് സ്വർണം വാങ്ങിച്ചത്. ഇനിയും കണക്ക് നോക്കിയാൽ കൂടിപ്പോയാൽ ചിലപ്പോ ഒരു 10-13,000 രൂപ കാണുമായിരിക്കും. തനിക്ക് ഇതിനൊക്കെ കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാ ഞാൻ കരുതിയത്. അരവിന്ദൻ പറയുന്നു, എടാ, നീ ഉള്ളപ്പോ വേറെ എന്ത് കണക്കാ നമുക്ക്? ജയപാലൻ പറയുകയാണ്, എടാ, എന്നാലും ഇത്രയും വലിയ ചടങ്ങ് തീരുമാനിക്കുമ്പോഴേ ആ ചെക്കനും കൂട്ടുകാർക്കും വാക്ക് കൊടുക്കുമ്പോൾ എന്നോടൊരു വാക്ക് പറയണ്ടേ? ഞാൻ തന്നോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ കരുതിയത് തനിക്ക് വേറെ എവിടെയെങ്കിലും നീക്കിയിരിപ്പ് കാണുമെന്നാ. ഷോ, ഇത് വല്ലാത്തൊരു വള്ളിയായി പോയല്ലോ. ജയപാല എന്ന് വിളിച്ച് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് അരവിന്ദൻ. തോളിൽ കൈവച്ച് ജയപാലൻ പറയുന്നു, എടാ, സാരമില്ലടാ, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. വാടോ. അരവിന്ദ, തനിക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? കണക്ക്
നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കാണിക്കാം. താൻ അയച്ചതും ഓരോ കാര്യത്തിനും ചിലവിട്ടതുമായ കാശിന്റെ കണക്ക് പൈസ വിടാതെ കൃത്യമായിട്ട് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അരവിന്ദൻ പറയുന്നു, അത് വേണ്ട ജയബാല, നീ പറഞ്ഞത് ശരിയായിരിക്കും. ശരി തന്നെയാ. ജയബാലൻ പറയുന്നു, നിന്റെ കണക്ക് കൂട്ടല് ഒന്ന് പിഴച്ചതാണല്ലേ. നീ പറ, പണം എത്രയാണെന്ന് വെച്ചാ ചോദിക്ക്, നിനക്ക് ഞാനൊരു മറവിന് തരാം. കടമായിട്ട് തരാമടാ, എന്റെ അക്കൗണ്ടിൽ പണമുണ്ട് അരവിന്ദ. എടാ സൗകര്യം പോലെ തിരിച്ചു തന്നാ മതി. അരവിന്ദൻ പറയുന്നു, കടമായിട്ടോ? അതൊന്നും വേണ്ട ജയബാല, പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച നടത്താമെന്നല്ലേ പറഞ്ഞത്. ഒന്ന് പതറി ജയബാലൻ പറയുന്നു, അത് പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട് അരവിന്ദ. തിരക്കിനിടയിൽ ഞാൻ തന്നോട് പറയാൻ വിട്ടുപോയതാ. തോട്ടത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച ആളെ ഹോസ്പിറ്റലിലാ. ചെറിയൊരു ആക്സിഡന്റ്. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ ജയബാലൻ പറയുകയാണ്, കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ ചെറിയ കുഴപ്പമുണ്ട്, കോമ സ്റ്റേജ് എന്നാ ഡോക്ടർമാര് പറയുന്നത്. കോമ സ്റ്റേജിലോ എന്ന് ചോദിച്ച് തലയിൽ കൈവച്ച് വീഴാനായി തുടങ്ങുകയാണ് അരവിന്ദൻ. അരവിന്ദാന്ന് വിളിച്ച് താങ്ങി പിടിക്കുകയാണ് ജയബാലൻ. തട്ടി വിളിച്ചുകൊണ്ട് ജയബാലൻ ചോദിക്കുന്നു, അരവിന്ദ എന്തുവാടാ ഇത്? ആ ജോലിക്കാരൻ ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. കണ്ണു തുറന്ന അരവിന്ദൻ പറയുന്നു, ജയബാല, മരുഭൂമിയിൽ കിടന്ന് ചോര നീരാക്കി ഞാൻ ഉണ്ടാക്കിയ കാശ, അത് മുഴുവൻ കടലിൽ കായം കലക്കിയതുപോലെ ആയല്ലോ. ജയബാലൻ ചോദിക്കുന്നു, അരവിന്ദ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? എടാ, നമ്മൾ കൊടുത്ത പണം അയാൾ എന്ത് ചെയ്തു എന്ന് ആർക്കും അറിഞ്ഞൂടാ. അയാളുടെ മക്കളാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നുമില്ല. എടാ, പണം തിരിച്ചു പിടിക്കാൻ ഞാൻ ശ്രമിക്കാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അരവിന്ദൻ പറയുന്നു, ജയബാല, 4 പെൺമക്കളാ എനിക്ക്. അവർക്ക് വേണ്ടി ഞാൻ രാപ്പകൽ ഒരു ഉറുമ്പിനെ പോലെ അധ്വാനിച്ച് കൂട്ടി വെച്ചതെല്ലാം ഇപ്പൊ പോയില്ലേടോ. ഒരു മലവെള്ള പാച്ചില് പോലെ മൊത്തം ഒലിച്ചു പോയില്ലേ. നാളെ നിശ്ചയത്തിന് ഒരുങ്ങി വരുന്ന ആ ചെക്കനോടും കൂട്ടരോടും ഞാൻ എന്ത് സമാധാനമാണോ പറയുക? എന്റെ ഭാര്യയുടെ, മക്കളുടെ, അമ്മയുടെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും? എന്ത് പ്രതീക്ഷയോടെ അവര് ജീവിക്കുക? എന്ത് സ്വപ്നങ്ങളാണ് ഞാൻ അവർക്ക് കൊടുക്കുക? എന്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ വേണ്ടിയാടോ ഞാൻ ജീവിച്ചത്. 3 മക്കൾക്കും കല്യാണപ്രായമായി. അവർക്ക് വേണ്ടിയൊക്കെ ചിലവാക്കാൻ ഇനി എന്റെ കയ്യിൽ ആയുസും ജീവിതവും ഒന്നും ബാക്കിയില്ല. ജയബാലൻ പറയുന്നു, എടോ സമാധാനിക്ക്, ഞാനില്ലേ തനിക്ക്. എടോ നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്നേ. അയാളൊന്ന് കോമയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അതൊക്കെ നടക്കും. താൻ ഇങ്ങോട്ട് വന്നേ, എഴുന്നേക്ക്. അങ്ങനെ അരവിന്ദനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ജയബാലൻ. അരവിന്ദന്റെ കണ്ണീര് തുടച്ച ജയബാലൻ പറയുന്നു, ദേ നോക്ക്, സമാധാനിക്ക്, താനിപ്പോ ചെല്ല്, നമുക്ക് പോകുംവഴി ഉണ്ടാക്കാം. സമാധാനമായിട്ട് പോടോ, സൂക്ഷിച്ചു പോന്ന് പറഞ്ഞ ജയബാലൻ അവിടെ നിന്ന് പോവുകയാണ്. പൊട്ടിക്കരഞ്ഞ മുന്നോട്ട് നിൽക്കുന്ന അരവിന്ദൻ പറയുകയാണ്, എല്ലാം നശിച്ചു, അരവിന്ദൻ തീർന്നു, എല്ലാം പോയി. ഇത് കണ്ട് വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ആ ജോലിക്കാരൻ. തകർന്ന മനസ്സുമായി അരവിന്ദൻ റോഡ് സൈഡിലൂടെ നടന്നു വരുമ്പോൾ ആ വഴി വരികയാണ് കിരൺ മാധവും ഫ്രണ്ട്സും. അരവിന്ദനെ തടഞ്ഞു നിർത്തി കിരൺ മാധവ് ചോദിക്കുന്നു, ഓർമ്മയുണ്ടോ അരവിന്ദേട്ടാ? മറക്കാൻ മാത്രം സമയമായിട്ടില്ല, നമ്മൾ തമ്മിൽ ചെറിയൊരു കടവുണ്ട്, അത് വീട്ടാനായിട്ട് ഇങ്ങോട്ട് വന്നത്. കിരൺ മാധവൻ ഒരു ദുശീലമുണ്ട്, ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കില്ല. എന്തവിടുന്ന് കിട്ടുന്നോ അതവിടൊപ്പം പലിശ അടക്കം തിരിച്ചു കൊടുത്ത് കടം വീട്ടണം. ഇതിപ്പം 2 ആഴ്ച വൈകിയത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു. ഒരു ആക്സിഡന്റ് പറ്റിയെന്നാ വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്റെ അച്ഛനെങ്ങാണ് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പുഷ്പവാടി തന്നെ JCB-യിൽ കോരി അറബിക്കടലിൽ കൊണ്ടിട്ടേനെ. അതൊന്നും വേണ്ട, നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തന്നെ തീർക്കുന്നതായിരിക്കും നല്ലത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ ഒരു കാര്യം പെട്ടെന്ന് തലയിൽ മിന്നിയത്. വിശദമായിട്ട് പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ സ്നേഹതീരത്തേക്ക് വന്നാ മതിയെന്നു. എനിക്ക് അരവിന്ദേട്ടന്റെ മക്കളെ വിശദമായിട്ട് പരിചയപ്പെടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾക്കോടാ? ഒരാൾ പറയുന്നു, പിന്നെ ഞങ്ങളും തൽപര കക്ഷികളാണേ. കിരൺ മാധവ് പറയുന്നു, സ്നേഹതീരം എവിടെയാണെന്ന് പുഷ്പവാടിയിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുമെന്നാ അരവിന്ദേട്ടന്റെ മോള് പറഞ്ഞത്. ആ ധൈര്യത്തിലാ നേരെ ഇങ്ങ് വെച്ചു പിടിച്ചത്. അരവിന്ദേട്ടനെ കണ്ട സ്ഥിതിക്ക് വേറെ ആളോട് എന്തിനാടാ ചോദിക്കുന്നത്? അരവിന്ദേട്ടൻ പറ, എവിടാണ് ഈ സ്നേഹതീരം? കൊണ്ട കൊടുക്കുന്നത് 100 മടങ്ങായി തിരിച്ചു കിട്ടുന്ന സ്ഥലം. ഞങ്ങൾക്ക് അരവിന്ദേട്ടന്റെ മക്കൾക്ക് കുറച്ച് സ്നേഹം കൊടുക്കാനുണ്ട്. അരവിന്ദേട്ടൻ ഇപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. മോനെ, നാളെ എന്റെ മൂത്ത മകൾ ഗംഗയുടെ വിവാഹ നിശ്ചയമാണ്. മോനും കൂട്ടുകാരും കൂടി ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനത്തെ സെന്റിമെന്റ്സ് അല്ലേ? ആ നിശ്ചയവും കല്യാണവും ഒന്നും നടക്കാൻ പോകുന്നില്ല അരവിന്ദേട്ട. ഗംഗയുടെ മാത്രമല്ല, കാവേരിയുടെ, യമുനയുടെയും, പിന്നെ ആ പൊടിക്കൊച്ചുണ്ടല്ലോ, എന്തുവാടാ എന്റെ പേര്? ഒരാൾ പറയുന്നു, നിള. കിരൺ മാധവ് പറയുകയാണ്, നിളയോ ഭാരതപ്പുഴയോ എന്തായാലും ഒന്നിനും കുടുംബമായിട്ട് ജീവിക്കാനുള്ള യോഗമില്ല. അതിന് സമ്മതിക്കില്ല ഈ കിരൺ മാധവ്. നാളെ നിശ്ചയ ചടങ്ങിലേക്ക് ഞങ്ങൾ നേരെ കയറി വരാൻ പോകുക. നിശ്ചയം നടക്കാൻ പോകുന്ന ഗംഗയുമായിട്ട് ഞങ്ങൾക്ക് വേറെ ചില ഇടപാടുകളുണ്ടെന്നേ ഞങ്ങൾ അങ്ങ് തട്ടിവിടും. പിന്നെ 4ന്റെയും ജീവിതം കട്ടപ്പുക. അരവിന്ദൻ മോനെന്ന് വിളിക്കുമ്പോൾ കിരൺ മാധവ് പറയുന്നു, 4 പെൺമക്കളുടെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ അരവിന്ദേട്ടൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടത്. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. വീടിന്റെ സിറ്റൗട്ടിൽ ഒരു ചാരികസേര ഇട്ട് ഇരുന്നാ മതി. കുടുംബം ഞങ്ങൾ നോക്കിക്കോളാം. അല്ലടാ, അരവിന്ദൻ പറയുന്നു, മോനെ മഹാപാവമാണ് നീ. തടഞ്ഞുകൊണ്ട് കിരൺ പറയുകയാണ്, പാവമൊക്കെ അവിടെ നിൽക്കട്ടെ, അരവിന്ദേട്ടൻ തൽക്കാലം ഞങ്ങൾക്ക് ആ വീടൊന്ന് കാണിച്ച. വാ അരവിന്ദേട്ട എന്ന് പറഞ്ഞ അരവിന്ദന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് കിരൺ. കൈ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അരവിന്ദൻ പറയുന്നു, ഷേ വിടടാ, കൈ വിടടാ, വാടോ വരാന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് കിരണും ഫ്രണ്ട്സും അരവിന്ദനെ വണ്ടിയിൽ കയറ്റാനായി ശ്രമിക്കുകയാണ്. ഈ സമയം വണ്ടിയിൽ ആ വഴി വരികയാണ് നരയൻ. അരവിന്ദന്റെ രക്ഷകനായി നരയന്റെ എൻട്രി. വളരെ വേഗത്തിൽ നരയൻ കാറ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ കിരൺ മാധവ് ചോദിക്കുന്നു, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? വണ്ടി നിർത്തി ഇറങ്ങിയ നരയനെ കണ്ട് ഞെട്ടി സംശയത്തോടു കൂടി നോക്കുകയാണ് എല്ലാവരും. നരയൻ പുഞ്ചിരിച്ച് മുണ്ടും മടക്കി കുത്തി അവരുടെ അരികിലേക്ക് വരികയാണ്. കിരൺ ചോദിക്കുന്നു, ആരാ
ആരുടെ ഇവൻ? ഫ്രണ്ട് പറയുകയാണ്, ഇവനെ എനിക്കറിയാം, ഈ നാട്ടുകാരനൊന്നുമല്ല, വിഷ്ണു എന്നോ കൃഷ്ണ എന്നോ മറ്റോ ആണ് പേര്. അരികിലേക്ക് വന്ന നരേൻ ചോദിക്കുന്നു, എന്താണ് മക്കളെ പബ്ലിക് റോഡില്? അല്ല, ഏത് മോനാ തന്തയ്ക്ക് വിളിച്ച് കളിക്കുന്നത്? കിരൺ പറയുന്നു, ഞാനാടാ, എക്സ് മിനിസ്റ്റർ മാധവൻ നമ്പ്യാരുടെ മകൻ കിരൺ മാധവ്. വിളിച്ചാ നീ എന്ത് ചെയ്യും? തല്ലുമോ? ഇത് കേട്ട് പുഞ്ചിരിച്ച് ദേഷ്യത്തോടു കൂടി കിരണിനെ ഒന്ന് നോക്കിയിട്ട് കൈ മടക്കി ഒരെണ്ണം കൊടുക്കുകയാണ് നരേൻ. ആദ്യത്തെ അടിയിൽ തന്നെ കിരൺ മാധവ് താഴെ വീഴുന്നു. നരേൻ പറയുന്നു, തല്ലില്ലടാ, കൊല്ലും. ഏടാന്ന് വിളിച്ച് കിരണിന്റെ ഫ്രണ്ട് നരേന്റെ നേരെ വരുമ്പോൾ അയാളെയും അടിച്ച് താഴെ ഇടുകയാണ് നരേൻ. നരേന്റെ അരികിലേക്ക് വന്ന മറ്റൊരു ഫ്രണ്ട് പറയുന്നു, വന്ന പോലെ കണ്ടം വഴി വിട്ടോ, നിന്റെ ഏരിയ ഇതല്ല, പണിയാകുമേ. അയാളുടെ കഴുത്തിൽ കയറി പിടിച്ച് നരേൻ പറയുന്നു, ഇത് എന്തിനാണെന്ന് അറിയുമോ? പേര് തെറ്റിച്ച് വിളിച്ചേന്. വിഷ്ണു അല്ല, നരയൻ. നരയൻ. ഇനി പേര് തെറ്റുമോ? പേര് തെറ്റാൻ പാടില്ല. ഈ ദൈവങ്ങളുടെ അവതാരങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞില്ലേടാ. മനുഷ്യന്റെ രക്ഷയ്ക്ക് മനുഷ്യൻ തന്നെ വേണം. മനസ്സിലായോ മക്കൾക്ക്? പിന്നെ ആ ഏരിയ ഈ ഏരിയ എന്നൊന്നുമില്ല, എല്ലാ ഏരിയയും ഈ നരയിന്റെ തന്നെയാ. അപ്പോഴേ സന്ധ്യ ആവുന്നതിന് മുമ്പ് മക്കള് വീട് പിടിക്കാൻ നോക്ക് കേട്ടോ, തണുപ്പടിച്ചാ പനി പിടിക്കും. അങ്ങനെ നരയൻ അവിടെ നിന്ന് പോകുമ്പോൾ കിരണിന്റെ മറ്റൊരു ഫ്രണ്ട് ഒരു വടിവാളും എടുത്ത് എടാന്ന് ഉറക്കെ വിളിച്ച് നരയന്റെ പിന്നാലെ ഓടി പോവുകയാണ്. ഇത് കേട്ട് അവിടെ നിന്ന് നരയൻ തന്റെ തൊട്ടരികിലുള്ള ഒരു വലിയ കല്ല് അയാളുടെ നേരെ തൊഴിച്ചിടുകയാണ്. ആ കല്ല് ദേഹത്തേക്ക് കൊണ്ട് ആ ഗുണ്ട താഴേക്ക് വീഴുന്നു. മറ്റൊരാൾ ഒരു തടിക്കഷ്ണവുമായി നരേന്റെ നേരെ വരികയാണ്. അയാളെയും അടിച്ചു വീഴ്ത്തിയ നരയൻ ദേഷ്യത്തോടുകൂടി കിരണിന്റെ നേരെ വരികയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. കിരൺ മാധവന്റെയും ഫ്രണ്ട്സിന്റെയും കയ്യിൽ നിന്ന് നരയൻ അരവിന്ദനെ രക്ഷിച്ചിരിക്കുകയാണ്. നരയനോട് അരവിന്ദൻ നന്ദി പറയുമ്പോൾ നരയൻ പറയുന്നു, ആർക്കും ആരെയും രക്ഷിക്കാനൊന്നും പറ്റില്ല മാഷേ, ഓരോരുത്തരും സ്വയം രക്ഷപ്പെടണം. അരവിന്ദൻ പറയുന്നു, കൂടെപ്പിറപ്പിനെ പോലെ വിശ്വസിക്കുന്നവര് പോലും പിന്നീന്ന് കുത്തുന്ന ഈ കാലത്ത് ഒരു പരിചയമില്ലാത്ത മോനെന്നെ സഹായിച്ചില്ലേ. നരയൻ പറയുന്നു, ചതിയിൽ പെടാതിരിക്കാൻ മാഷിനൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ആരെയും സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാതിരിക്കുക, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അങ്ങനെ നരയൻ അരവിന്ദനോട് സ്നേഹത്തോടു കൂടി സംസാരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന അരവിന്ദൻ ഗംഗയുടെ കല്യാണം എങ്ങനെ നടത്തുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. താൻ ഒരു ആയുസ് കൊണ്ട് ഗൾഫിൽ കിടന്ന് സമ്പാദിച്ചതെല്ലാം കൂടെപ്പിറപ്പിനെ പോലെ വിശ്വസിച്ച പ്രിയ കൂട്ടുകാരൻ ജയബാലൻ തന്നെ ചതിച്ചതോർത്ത് തകർന്നിരിക്കുകയാണ് അരവിന്ദൻ. തുടർന്ന് ഭക്ഷണം കഴിക്കാനായി വന്നിരുന്ന അരവിന്ദൻ സ്നേഹത്തോടുകൂടി നിളയ്ക്കും കാവേരിക്കും ഗംഗയ്ക്കും യമുനയ്ക്കുമെല്ലാം ഭക്ഷണം വാരി കൊടുക്കുകയാണ്. തുടർന്ന് അരവിന്ദൻ പുറത്തേക്ക് വന്നിരിക്കുമ്പോൾ പിന്നിലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കാവേരി സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ്. ഗംഗയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അരവിന്ദൻ പറയുന്നു, അച്ഛൻ ചെയ്യാനുള്ള ജോലിയെല്ലാം അച്ഛൻ തന്നെ ചെയ്യണം മോളെ. കവിളിൽ പിടിച്ച് കാവേരി പറയുന്നു, ഇനി ഞാനും കൂടി കൂടാം, നമുക്ക് ഷെയർ ചെയ്യാം. ശേഷം ജയപാലനും അരവിന്ദനും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അരവിന്ദൻ. ആ ഫോട്ടോ എടുത്ത് അതിന്റെ പിന്നിൽ അരവിന്ദൻ എഴുതുന്നു, സ്നേഹം നടിച്ച് സുഹൃത്ത് തന്നെ ചതിച്ചു. ശേഷം തകർന്ന മനസ്സുമായി പുറത്തേക്ക് പോയ അരവിന്ദൻ താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് ടെൻഷനോടുകൂടി അരവിന്ദന്റെ അരികിലേക്ക് ഓടി വരികയാണ് ശാരദയും ഗംഗയും കാവേരിയും യമുനയും നിളയും. അരവിന്ദൻ ബോധമില്ലാതെ കിടക്കുകയാണ്. എല്ലാവരും ഭയത്തോടുകൂടി അരവിന്ദനെ തട്ടി വിളിക്കുന്നു. അരവിന്ദൻ കണ്ണു തുറക്കുന്നില്ല. സുഹൃത്തിന്റെ ചതി സഹിക്കാനാകാതെ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് അരവിന്ദൻ. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.